സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒരു ദൃശ്യം കണ്ടിട്ട് വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി കടക്കാം. یه صلوات عنایت بفرمایید. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഏകദേശം ഒരു മാസത്തിന് ശേഷം പൊതുചടങ്ങിൽ പങ്കെടുത്തപ്പോഴുള്ള ആളുകളുടെ സന്തോഷമാണ് ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ ഞരമ്പുകളുടെ രക്തം ഞങ്ങളുടെ നേതാവിനായി എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ആളുകൾ ഖൊമേനിയെ സ്വീകരിച്ചത്. ഇറാൻ ഇസ്രയേൽ സംഘർഷാവസ്ഥ ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ആയത്തുള്ള അലി ഖൊമേനി ഒരു പൊതുചടങ്ങിന് എത്തിയത്. വെടിനിർത്തലിന് പിന്നാലെ ഇറാൻ ഔദ്യോഗിക ടെലിവിഷനിലൂടെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നുവെങ്കിലും അത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യമായ ഒരു ദിവസമായ അഷൂറ ചടങ്ങിന് വേണ്ടിയാണ് ഖൊമേനി എത്തിയത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രനായ ഇമാം ഹുസൈന്റെ കർബല യുദ്ധത്തിലെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. ടെഹ്റാനിലെ തന്നെ ഇമാം ഖൊമൈനി പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആയത്തുള്ള അലി ഖൊമേനി വന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം കനത്ത സുരക്ഷയിലാണ് ഖൊമേനി ഉള്ളത്. ഇപ്പോഴും ഇസ്രയേൽ ഖൊമേനിയെ ലക്ഷ്യമിടുന്നു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഘടനകൾക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ട്. ഇക്കാര്യം നേരത്തെ ഒരു റിപ്പോർട്ടിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കാണ് അദ്ദേഹം പൊതുചടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടത്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. പരമോന്നത നേതാവ് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് ഇസ്രയേലും ചില ഇറാനിയൻ ആക്ടിവിസ്റ്റുകളും വിമർശിച്ചിരുന്നു. ഇത്തരം വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായി മാറി ടെഹ്റാനിലെ അഷൂറ ചടങ്ങ്. ചടങ്ങിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം പ്രസംഗമൊന്നും നടത്തിയില്ല. പകരം ഓ ഇറാൻ എന്ന ജനപ്രിയ ഗാനം ആലപിക്കാൻ മുഖ്യ പുരോഹിതനോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. യുദ്ധസമയത്തെല്ലാം, അതായത് ഇറാൻ ഇസ്രയേൽ സംഘർഷ സമയത്തെല്ലാം വലിയ ജനപ്രിയമായിരുന്നു ഈ ഓ ഇറാൻ എന്ന ഗാനം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ രാജ്യത്തിന്റെ ശത്രുക്കൾക്കുള്ള വലിയ സന്ദേശമാണെന്നാണ് ഇറാൻ അനുകൂല എക്സ് ഹാൻഡിലുകളിൽ വന്ന പ്രതികരണങ്ങൾ. ഖൊമേനി പൊതുവേദിയിൽ എത്തിയതിന് അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രാധാന്യമുണ്ട്. ഇറാന്റെ രാഷ്ട്രീയവും മതപരവുമായ നേതൃത്വത്തിന്റെ സ്ഥിരത പ്രകടിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇതിനെ അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. ഒപ്പം എതിരാളികൾക്കുള്ള കൃത്യമായ സന്ദേശവും. അതിനിടെ ഗാസയിലെ 60 ദിവസത്തെ വെടിനിർത്തൽ സംബന്ധിച്ച അമേരിക്കൻ നിർദ്ദേശം ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നുള്ള ചില സൂചനകളും പുറത്തുവരികയാണ്. ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതിന് പിന്നിലും ഇറാൻ എന്ന ഘടകമുണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇറാൻ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഗാസ വിഷയം മുൻനിർത്തി നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും വിരുദ്ധ ധ്രുവത്തിൽ നിൽക്കുന്ന സൗദി അറേബ്യയുമായി പോലും ഒത്തുപോകാൻ ഇറാൻ ശ്രമം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇറാന് പിന്നിൽ റഷ്യൻ തന്ത്രങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയവും ട്രംപിനുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ വെടിനിർത്തലിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസും യോജിക്കുന്നു എന്ന സൂചനയാണ് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുന്ന ഖത്തറും ഈജിപ്തും നൽകുന്നത്. എന്നാൽ ഇസ്രയേലും ഹമാസും പരസ്പരം വെക്കുന്ന ഫോർമുലകളാണ് പ്രശ്നം. ഇത് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നുള്ള ആശങ്കയാണ് ഈ ആശ്വാസ വാർത്തകൾക്കിടയിലും ഉയരുന്നത്. ഇസ്രയേൽ ശനിയാഴ്ച ഗാസയിലേക്ക് അധികം ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മാത്രമല്ല, വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാനും നെതന്യാഹു തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് നെതന്യാഹു നിലപാടെടുക്കുന്നത്. പൂർണ്ണമായ സൈനിക പിന്മാറ്റം വേണം, ഒപ്പം ആക്രമണം മുഴുവൻ നിർത്തണമെന്നുമാണ് ഹമാസിന്റെ നിലപാട്. സേനാ പിന്മാറ്റം തുടങ്ങുന്നതിന് പിന്നാലെ ഹമാസിന്റെ കൈവശമുള്ള 58 ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നും ഹമാസ് വാഗ്ദാനം ചെയ്യുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകും. ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കുമ്പോൾ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ നിലപാട്. എന്നാൽ ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്നത് ഒറ്റഘട്ടമായുള്ള ബന്ദിമോചനവും ഹമാസ് നേതാക്കൾ ഗാസ വിട്ടുപോകണമെന്നുള്ള കർശന ആവശ്യവുമാണ്. ഇരുപക്ഷത്തിന്റെയും ആവശ്യങ്ങളുടെ വൈരുദ്ധ്യം തന്നെയാണ് വെടിനിർത്തലിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. മാത്രമല്ല, 60 ദിവസത്തെ വെടിനിർത്തൽ കൊണ്ട് ഗാസയ്ക്ക് പൂർണ്ണമായ ഒരു സമാധാനം കൈവരുമോ എന്നുള്ള ആശങ്കയും ചില മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം പോസിറ്റീവായ സൂചനകൾ ഉണ്ടെന്നാണ് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഗാഡിയോൺ സാർ പറയുന്നത്. എന്നാൽ സ്ഥിരമായ വെടിനിർത്തലിന് എന്തായാലും നെതന്യാഹു സമ്മതിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര രംഗത്തുള്ളവർ വിലയിരുത്തുന്നത്. കാരണം പൂർണ്ണമായ ഒരു വെടിനിർത്തൽ നടപ്പാക്കിയാൽ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന തീവ്ര ജൂതപക്ഷ പാർട്ടികൾ സഖ്യം വിടും.
അത് നെതന്യാഹു സർക്കാർ വീഴുന്നതിലേക്ക് കാര്യങ്ങളെ നയിക്കും. പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രം അഴിമതി കേസുകളിൽ പരിരക്ഷ കിട്ടുന്ന നെതന്യാഹുവിന്റെ അറസ്റ്റിലേക്ക് ഇതെത്തിക്കും. ഇത് നെതന്യാഹുവിനെ സംബന്ധിച്ച് പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി താൽക്കാലിക വെടിനിർത്തലിന് മാത്രമേ നെതന്യാഹു സമ്മതിക്കൂ എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്നാൽ ഇസ്രയേലിലെ 70% ജനങ്ങൾ ഗാസയിലെ വെടിനിർത്തലിന് അനുകൂലിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് നെതന്യാഹുവിനെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ നെതന്യാഹുവും വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഗാസ പ്രശ്നം പരിഹരിച്ച് ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായുള്ള നോർമലൈസേഷൻ ഡീലുകൾ അഥവാ അബ്രഹാം അക്കോർഡ്സ് വിപുലീകരിക്കുക എന്നതാണ് ട്രംപിന്റെ മനസ്സിലുള്ള ലക്ഷ്യം. ഇല്ലെങ്കിൽ സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഇറാൻ വഴി റഷ്യൻ സ്വാധീനം ഉണ്ടാകുമെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ ഭയപ്പെടുന്നു. കാരണം പലസ്തീൻ വിഷയം പരിഹരിക്കണമെന്ന് സൗദി നിരന്തരം ട്രംപിനോട് ആവശ്യപ്പെടുന്നുണ്ട്. സൗദിയുടെ ആവശ്യം ഇറാൻ ശക്തി പ്രാപിച്ച ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഇനിയും അവഗണിക്കാൻ ട്രംപിന് കഴിയില്ല. എത്രയും പെട്ടെന്ന് പലസ്തീൻ പ്രശ്നം പരിഹരിച്ചു ഇക്കാര്യത്തിൽ ഇറാന്റെ സാന്നിധ്യം ഒഴിവാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അത് മറ്റൊരു തന്ത്രമാണ്. പലസ്തീൻ രാജ്യം പുനഃസ്ഥാപിക്കുകയും ഗാസയിലെ ബന്ദിമോചനം സാധ്യമാക്കുകയും വഴി പശ്ചിമേഷ്യയിൽ വലിയ വലിയ ഡീലുകളിലേക്ക് കടക്കാമെന്നാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിലെ വെടിനിർത്തലിന് നെതന്യാഹുവിനെ ട്രംപ് സമ്മതിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിൽ വിശദമായ ചർച്ച തന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗാസയും ഇറാനും ഒക്കെ ചർച്ചയിൽ കടന്നു വരുമെന്ന് വൈറ്റ് ഹൗസും സൂചിപ്പിക്കുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 57,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതാണ് കണക്ക്. ഗാസയിലെ മുഴുവൻ ജനസംഖ്യയും ആഭ്യന്തരമായി പലായനം ചെയ്യുന്ന അവസ്ഥയിലാണ്. വലിയ പട്ടിണി പ്രതിസന്ധിയും ജനങ്ങളെ വേട്ടയാടുന്നു. നിരവധി ആശുപത്രി മേധാവികളും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയുടെ ഡയറക്ടർ മാർവാൻ അൽ സുൽത്താനും കുടുംബവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല UN കേന്ദ്രങ്ങളിൽ സഹായം തേടിയെത്തുന്ന ആളുകളെയും ഇസ്രയേൽ ലക്ഷ്യമിടുകയാണ്. ഗാസയിലെ അൽ ഖാബ കഫയിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ സൈന്യം പ്രയോഗിച്ചത് വൻ പ്രഹരശേഷിയുള്ള ബോംബുകൾ എന്ന റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നു. 230 കിലോഗ്രാം ഭാരമുള്ള വൻ സ്ഫോടന തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ബോംബുകൾ പ്രയോഗിച്ചു എന്നാണ് ദ ഗാർഡിയൻ എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ സംഭവ സ്ഥലത്തുള്ള സമയത്താണ് സൈന്യം ഇത്തരം ബോംബുകൾ പ്രയോഗിച്ചത്. ഇവിടെ ഏകദേശം 70ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ നിർമ്മിത MK-82 എന്ന ബോംബാണ് ഇസ്രയേൽ കഫയ്ക്ക് മുകളിലിട്ടത്. ആക്രമണത്തിൽ പ്രദേശത്ത് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ചിത്രങ്ങളും ഗാർഡിയൻ പുറത്തുവിട്ടു. ഇസ്രയേലിനെ ഈ ഒരു വാർത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. ഇസ്രയേലിന്റെ ഇത്തരം പ്രവൃത്തികൾ വലിയ അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇസ്രയേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമല്ല വംശഹത്യയാണെന്ന നിലപാടിലാണ് സ്പെയിനും നെതർലൻഡ്സും പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുള്ളത്. റഷ്യയും ചൈനയും ഗാസയിലെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ വിമർശിച്ച് രംഗത്തുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം അമേരിക്ക പരിഗണിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. മാത്രമല്ല ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തതുപോലൊരു അവകാശവാദം ഉന്നയിക്കാൻ കാത്തിരിക്കുകയാണ് ട്രംപ്. എന്തായാലും ഖത്തറിലും ഈജിപ്തിലും നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. ട്രംപിന്റെ നയതന്ത്ര അഭിലാഷങ്ങളിലൂടെ എങ്കിലും ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുമെന്നും ഗാസ മുനമ്പ് സമാധാനത്തിലേക്ക് തിരിച്ചു വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.